തെരഞ്ഞെടുപ്പ് കാലം പ്രവചനങ്ങളുടെ കാലം കൂടിയാണ്. ചിലരെല്ലാം ശാസ്ത്രീയമായ സർവേകൾ നടത്തി അത് വലിയ തോതിൽ അത് പ്രചരണം നടത്തും. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പ്രീ ഇലക്ഷൻ സർവേ അത് പ്രസിദ്ധീകരിക്കുന്നതിന് വിലക്കില്ല. ഒരിക്കൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സർവേകൾ പ്രസിദ്ധീകരിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. അത് അങ്ങനെ പ്രസിദ്ധീകരിക്കാനാവില്ല. പക്ഷെ ആളുകൾ നടത്തുന്ന ഈ ഫോർകാസ്റ്റ് വരമുള്ള ചില ആളുകളുണ്ട്. അവരൊക്കെ ശാസ്ത്രീയമോ അല്ലാതെയോ അവരുടെ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രവചനങ്ങളുണ്ട്. പക്ഷേ മുൻകാലത്ത് ശാസ്ത്രീയമായ സർവേ നടത്തി പ്രവചനം നടത്തിയ ഒരാളാണ് യോഗേന്ദ്ര യാദവ്. ഇന്ത്യയുടെ സിവിൽ സൊസൈറ്റി മൂവ്മെന്റിന്റെ ഒക്കെ തലതൊട്ടപ്പനായ, കുറെ കാലം ആം ആദ്മി പാർട്ടിയിലും പ്രവർത്തിച്ചിരുന്ന ഒരു സെഫോളജിസ്റ്റ്. ശാസ്ത്രീയമായി തെരഞ്ഞെടുപ്പുകളെ വിശകലനം ചെയ്യുകയും ഫലം മുൻകൂട്ടി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രമാണല്ലോ സെഫോളജി. സെഫോളജിസ്റ്റ് കൂടിയായ യോഗേന്ദ്ര യാദവ് ഇപ്രാവശ്യം മറ്റൊരു രീതിയിലാണ് ഫലപ്രവചനം നടത്തുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, 10ലധികം സംസ്ഥാനങ്ങളിലും അതിലെ തെരഞ്ഞെടുത്ത നിയോജക മണ്ഡലങ്ങളിലും വ്യാപകമായി യാത്ര ചെയ്ത് അദ്ദേഹം ഗ്രാമീണരുമായും വിവിധ വിഭാഗങ്ങളുമായും നഗര കേന്ദ്രീകൃത വോട്ടർമാരുമായും വിവിധ ജാതികളുമായും സംവദിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് അനുസരിച്ച് നടത്തിയ പ്രവചനം ശ്രദ്ധേയമാണ്. ആ പ്രവചനം ആണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ആ പ്രവചനം അനുസരിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്നത്തെ നിലയിൽ പരമാവധി പ്രൊജക്ഷനാണ്. ഇന്നത്തെ നിലയിൽ 232 സീറ്റുകളാണ്, 223 സീറ്റുകളാണ് പ്രവചിച്ചിരിക്കുന്നത് ഒറ്റയ്ക്ക്. അതുപോലെ മൊത്തത്തിൽ NDAക്ക് 268 സീറ്റുകൾ. നമുക്കറിയാം 543 അംഗ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 272 സീറ്റാണ്. അപ്പൊ NDAക്ക് 272 സീറ്റിനേക്കാൾ കുറവ് പ്രവചിച്ചപ്പോൾ അതിനകത്ത് എന്തെങ്കിലും സാധ്യതയുണ്ടോ? അങ്ങനെ സംഭവിക്കാമോ? അതോടൊപ്പം തന്നെ മറ്റൊരു പ്രവചനവും ഇവിടെ ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകരൻ, അദ്ദേഹവും ഒരു പ്രവചനം നടത്തി. കേവലം 220 സീറ്റ് മാത്രമേ ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കൂ. അദ്ദേഹവും പറയുന്നത് NDA മുന്നണിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്നാണ്. ഈ രണ്ട് നിഗമനങ്ങളും ഇതിന്റെ പിന്നിലെ സത്യങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലെ സാധ്യതകൾ, സത്യം നമുക്ക് പറയാനാവില്ലല്ലോ. കാരണം ഇത് പെട്ടിയിലിരിക്കുന്ന വോട്ടാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം 4-ാം തീയതി തുറക്കുമ്പോൾ മാത്രമല്ലേ നമുക്കറിയാൻ സാധിക്കൂ. എങ്കിലും ഈ പറയുന്നതിൽ യുക്തിയുണ്ടോ എന്ന ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ 223 സീറ്റ് യോഗേന്ദ്ര യാദവ് നടത്തുന്നതിന്റെ അടിസ്ഥാനമായി അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഒരു മോദി തരംഗമില്ല. BJP പറയുന്നു മോദി തരംഗമുണ്ട്, മോദി തരംഗത്തിന്റെ തേരിലേറി വലിയ നേട്ടം BJPക്കും NDAക്കും ഉണ്ടാകും, മോദിയാണ് തെരഞ്ഞെടുപ്പ് വിഷയം, മോദിയുടെ ഗ്യാരണ്ടികളാണ് തെരഞ്ഞെടുപ്പ് വിഷയം. അതോടൊപ്പം തന്നെ സ്വാഭാവികമായി വരാവുന്ന ഹൈന്ദവ ദേശീയതയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു ഉണർവ്, രാമക്ഷേത്രവുമായി ഒക്കെ ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു ഉണർവ് വോട്ടായി മാറുമ്പോൾ നല്ല ഭൂരിപക്ഷം ലഭിക്കും എന്നതാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധേയം, 400 സീറ്റ് ലഭിക്കുമെന്ന് ആവർത്തിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞ മോദി, പ്രത്യേകിച്ചും പാർലമെന്റിനുള്ളിൽ ലോക്സഭയ്ക്കകത്തും രാജ്യസഭയ്ക്കകത്തും അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗ സമയത്ത് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞ 400 പാർ ഇപ്പോൾ കാര്യമായി ഉപയോഗിക്കുന്നില്ല. ഇടയ്ക്കൊക്കെ പറയുമെന്നല്ലാതെ കാര്യമായി ഉപയോഗിക്കുന്നില്ല. BJP നേതാക്കളും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അതിന് പല കാരണങ്ങളായി നമുക്ക് സൂചിപ്പിക്കാവുന്നത് ഒരുപക്ഷെ കുറഞ്ഞു വരുന്ന പോളിംഗ് ശതമാനം. അത് മാത്രമല്ല, ദേശീയ തലത്തിലെ തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളാണ്. ഇത് തന്നെയാണ് യോഗേന്ദ്ര യാദവും പറയുന്നത്. ഓരോ സംസ്ഥാനത്തെയും അവസ്ഥ വ്യത്യസ്തമാണ്. അല്ലാതെ ദേശീയ തലത്തിൽ ഒരു തരംഗം എന്നതില്ല. സംസ്ഥാന തലത്തിൽ ചിലപ്പോൾ BJP ഗവൺമെന്റിനെതിരെയുള്ള, അവിടുത്തെ BJP ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധ വോട്ടാകാം, ചിലപ്പോൾ കോൺഗ്രസ് ഗവൺമെന്റ് അനുകൂല വോട്ടാകാം, അല്ലെങ്കിൽ എന്തുമാകാം. അപ്പൊ അതുകൊണ്ട് ഇതൊരു ദേശീയതയെ ഉണർത്തുന്ന, കഴിഞ്ഞ പ്രാവശ്യത്തെ ബാലാക്കോട്ടും പുൽവാമയും പോലെയുള്ള ഒരു വൈകാരിക ദേശീയ സിംഗിൾ ഇഷ്യൂ ഇല്ല എന്നതുകൊണ്ടാണ് ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ, ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സർക്കാരിനാണ് വോട്ട്. യോഗേന്ദ്ര യാദവ് പറയുന്നത് വികസനം
എന്ന് പറയുമ്പോൾ അതൊരു ബ്രോഡ് വേർഡ് ആണ്. പക്ഷെ വികസനത്തിന്റെ ഫലം ജനങ്ങളിൽ നേരിട്ടെത്തണം. അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടായിട്ടുണ്ട് എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ നേരിട്ട് വികസനത്തിന്റെ ഫലം ഇൻകത്തിന്റെ രൂപത്തിൽ, ജോലിയുടെ രൂപത്തിൽ, വീടിന്റെ രൂപത്തിൽ ഉണ്ടാവണം. അത് കുറെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും. പക്ഷേ കോൺഗ്രസിന്റെ ന്യായ് പദ്ധതികൾ, അത് വലിയ കുട്ടിഘോഷിച്ച് നടന്ന പദ്ധതികൾക്ക് കാര്യമായ പ്രയോജനം ഉണ്ടാവില്ല എന്നതായിരുന്നു ആദ്യ വിലയിരുത്തൽ. പക്ഷെ കുറച്ചൊക്കെ അത് യേശുന്നുണ്ട് എന്നാണ് പ്രത്യേകിച്ചും കർണാടകത്തിലും തെലങ്കാനയിലും കോൺഗ്രസ് സർക്കാരുകൾ, പുതിയതായി രൂപീകരിച്ച സർക്കാരുകൾ നൽകിയ ഉറപ്പ് ഭാഗികമായിട്ടെങ്കിലും പാലിച്ചിട്ടുണ്ട്. 5 ഇനങ്ങളുള്ള ഉറപ്പാണ്, പഞ്ചപദ്ധതികൾ. ഇത് പാലിച്ച ഒരു ട്രാക്ക് റെക്കോർഡ് വെച്ചുകൊണ്ട് വോട്ട് ചോദിക്കുമ്പോൾ ചലനങ്ങൾ ഉണ്ടാകും. മഹാരാഷ്ട്രയെ കുറിച്ച് എടുത്തു പറയുന്നു യോഗേന്ദ്ര യാദവ്. മഹാരാഷ്ട്രയിൽ കടുത്ത മത്സരം സംഭവിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 48 സീറ്റിൽ 41 സീറ്റും NDA മുന്നണി നേടി. ആ സ്ഥാനത്തെ അതിശക്തമായ മത്സരം മഹാരാഷ്ട്രയിൽ നടക്കുമെന്നാണ് യോഗേന്ദ്ര യാദവ് മുൻകൂട്ടി പറയുന്നത്. അതിനർത്ഥം 2 പാർട്ടികൾ, ശിവസേനയും NCPയും പിളർന്നത്, ആ പിളർപ്പ് സംഭവിച്ച രീതിയോടുള്ള ഒരു വിയോജിപ്പ് പൊതുവെ ജനങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ട്. അത് സംസാരമാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ശരത് പവാറിന് അനുകൂലമായും ഉദ്ധവ് താക്കറെക്ക് അനുകൂലമായും രണ്ടും ഇന്ത്യ മുന്നണിയിലാണ്. ഒരു വികാരം ഉണ്ടാവുകയും ആ വികാരം കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ മറാഠകൾക്കിടയിൽ നടന്ന ഒരു വലിയ മാറ്റം. കാരണം മറാഠകൾ പൊതുവെ BJPയോട് ചേർന്ന് നിന്ന വിഭാഗമാണ്. പക്ഷെ മറാഠ പ്രക്ഷോഭവും അതിനെ BJPയും കേന്ദ്ര സർക്കാരും കൈകാര്യം ചെയ്ത രീതിയും എല്ലാം തന്നെ സ്വാഭാവികമായി ഇന്ത്യ മുന്നണിക്ക് ചെറിയ ഒരു മെച്ചം, അത് മേൽക്കൈ എന്ന് പറയാനാവില്ല എങ്കിലും 48 സീറ്റിൽ പകുതിയോളം ലഭിക്കും എന്ന കണക്കാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത്. അതുപോലെ ബീഹാർ മറ്റൊരു ബാറ്റിൽ ലൈൻ സ്റ്റേറ്റ് ആണ്. ബീഹാറിൽ 40 സീറ്റുകളുണ്ട്. അവിടെ തേജസ്വി യാദവ് ഉജ്ജ്വലനായ നേതാവായി ഉയർന്നു വരികയാണ്, RJD നേതാവ്. അതോടൊപ്പം കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളും എല്ലാം ചേരുമ്പോൾ നല്ല മുന്നേറ്റം അവിടെ കാട്ടും എന്നതാണ്. ഉത്തർപ്രദേശ് പോലും അവിടെ ഒരു തേർവാഴ്ച BJPക്ക് ഉണ്ടാകുമെന്നായിരുന്നു പൊതുവേ ഉള്ളൊരു പ്രതീക്ഷ. രാമക്ഷേത്രത്തിന്റെ തേരിലേറി 80ൽ 75 സീറ്റുകളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ അസ്ഥാനത്താണെന്നൊന്നും പറയാനാവില്ല ഇപ്പോൾ. പക്ഷേ യോഗേന്ദ്ര യാദവിന്റെ കണക്കനുസരിച്ച് ഇപ്പോൾ ഒരു 60 മുതൽ 65 സീറ്റിനുള്ളിൽ മാത്രമേ ലഭിക്കൂ. അവിടെ ലഭിക്കുമെന്ന് കരുതിയ വളരെ വലിയ മേൽക്കൈ കഴിഞ്ഞ പ്രാവശ്യത്തെ 62ൽ നിന്നും അധികം മുന്നോട്ട് പോകാനില്ല എന്ന മട്ടിലാണ് ഇപ്പോഴത്തെ പ്രവചനം. ബംഗാളിൽ BJP ഉദ്ദേശിച്ച വലിയ ഒരു തേരോട്ടം ഉണ്ടാവില്ല. അവിടുത്തെ 12 സീറ്റിൽ 42ൽ 18 സീറ്റിൽ നിന്ന് അതിനോട് അടുപ്പിച്ചൊരു നമ്പർ വിൽക്കും. തെക്കേ ഇന്ത്യയിൽ BJP നേടുമെന്ന് പറയുന്ന വളരെ വലിയ കൂടുതലായ നമ്പേഴ്സ് ഒരുപക്ഷെ ഉണ്ടാവില്ല. അങ്ങനെ വിവിധങ്ങളായ കാരണങ്ങളാൽ യോഗേന്ദ്ര യാദവ് പറയുന്നു, ഈ പറയുന്ന BJP പറയുന്ന 4 സൗ പാർ എന്നത് NDAക്കോ BJP ഒറ്റയ്ക്ക് ലഭിക്കുമെന്ന് പറയുന്ന 370 സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്കോ ലഭിക്കില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ്. ഇത് സാധാരണഗതിയിൽ നമ്മൾ തിരിച്ചു തള്ളും. പൊതുവെ ഉള്ളൊരു പ്രതിപക്ഷത്തെ ആളുകൾ പോലും പൊതുവെ ആദ്യഘട്ടത്തിലൊക്കെ വിശ്വസിച്ചിരുന്നത് BJPക്കും NDAക്കും വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്, മേൽക്കൈ എന്നതല്ല സാമാന്യം നല്ല ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ്. പക്ഷെ ആ ഘട്ടം മാറി ഓരോ ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവര് വീണ്ടും റിവ്യൂ ചെയ്യുകയാണ്. ഇന്ത്യ മുന്നണിക്ക് ചെറിയ സാധ്യതകൾ ഉള്ളതായി ഒരു കൂട്ടം ആളുകളെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുന്നു. പക്ഷെ കൂടുതൽ പേരും ഇന്ത്യയിലെ ജനസാമാന്യത്തിൽ മഹാഭൂരിപക്ഷം, പിന്നെ കേരളത്തിലെ ജനങ്ങൾ പോലും വലിയ തോതിൽ വിശ്വസിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു മേൽക്കൈ ഉണ്ട് എന്നതാണ്. കാരണം പ്രചരണ സാമഗ്രികൾ അവരുടെ കൈവശമാണ്. കൂടുതൽ പണം ഇലക്ട്രൽ ബോണ്ട് വഴിയും അല്ലാതെയും കോർപ്പറേറ്റ് ഫണ്ടിങ് വഴിയും ലഭിക്കുന്ന പണവും അത് നൽകുന്ന പ്രചരണ കൊഴുപ്പും ഇതെല്ലാം നോക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താൻ, NDA സംവിധാനത്തെ പരാജയപ്പെടുത്താനാവില്ല. അത് മാത്രമല്ല ഇന്ത്യ മുന്നണി എത്രത്തോളം യോജിച്ച് പ്രവർത്തിക്കുന്നു ഇതും ഒരു ഫാക്ടറാണ്. മമതാ ബാനർജി മാറി നിൽക്കുന്നു. മമതാ ബാനർജി തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ബംഗാളിൽ ഒരു സീറ്റിന് പോലും അഡ്ജസ്റ്റ്മെന്റിന് ഇടതുപക്ഷവുമായും കോൺഗ്രസിനുമായും അഡ്ജസ്റ്റ്മെന്റിന് മമതാ ബാനർജി തയ്യാറല്ല. അങ്ങനെ വരുമ്പോൾ പുറമെ നിന്നുകൊണ്ട് പിന്തുണയ്ക്കാം എന്നാണ് ഇപ്പോൾ മമതാ ബാനർജി പറയുന്നത്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെങ്കിൽ ഇവർ ഒരുമിച്ച് നിൽക്കുന്നു എന്നൊരു ഫീൽ വരണം. കേരളത്തിൽ ഇടതുപക്ഷങ്ങളും കോൺഗ്രസും തമ്മിൽ പരസ്പരം മത്സരമാണ്. അപ്പൊ അവരെല്ലാം ഒരുമിച്ച് കേന്ദ്രത്തിൽ നിന്നാൽ പോലും ജനങ്ങളുടെ ഇടയിൽ ഇന്ത്യ മുന്നണി ഇപ്പോഴും പൂർണ്ണമായി യോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുന്നണി അല്ല. അതൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമ്പോഴും സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ചിത്രം മാറുമ്പോൾ യോഗേന്ദ്ര യാദവ് കൊണ്ടുവന്ന നമ്പേഴ്സിന് സാധ്യതയുണ്ടോ? എന്റെ അഭിപ്രായം യോഗേന്ദ്ര യാദവ് പ്രൊജക്ട് ചെയ്തതിന്റെയും BJP സ്വന്തമായി പ്രൊജക്ട് ചെയ്തതിന്റെയും മധ്യത്തിൽ നിൽക്കാനാണ് സാധ്യത. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാതിരിക്കാം. പക്ഷേ NDA മുന്നണിക്ക്
ഭൂരിപക്ഷം ലഭിക്കും. 300 സീറ്റിന് അടുപ്പിച്ച് അല്ലെങ്കിൽ 300 സീറ്റിൽ പരം സീറ്റുകൾ നേടാൻ ഇപ്പോഴും NDA മുന്നണിക്ക് സാധ്യതയുള്ള രീതിയിലാണ് തെരഞ്ഞെടുപ്പ് ചിത്രം മുന്നോട്ട് പോകുന്നത്. ഒരു കാരണവശാലും 400 സീറ്റിലേക്ക് എത്തില്ല. 400 സീറ്റിലേക്ക് എത്തുക എന്നത് ഒരു വിശ്വാസമാണ്. മാധ്യമങ്ങൾ കോറിയിട്ടൊരു ചിത്രം BJP പ്രൊജക്ട് ചെയ്തതും ദേശീയ തലത്തിലെ മാധ്യമങ്ങൾ വളരെ വലിയ തോതിൽ ഏറ്റുപിടിക്കുകയും അങ്ങനെ ജനമനസ്സിൽ ആഴത്തിൽ പതിയുകയും ചെയ്തൊരു നമ്പറാണ് 400. ആ നമ്പർ ഒരുപക്ഷെ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല. അതുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമുക്ക് പറയാം 300 അടുപ്പിച്ച ഒരു സീറ്റ് ലഭിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ, നരേന്ദ്രമോദിയുടെ തന്നെ നേതൃത്വത്തിൽ NDA സർക്കാർ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. പരകാല പ്രഭാകരുടെ സംസാരത്തിൽ ഒരുപക്ഷെ നിർമ്മലാ സീതാരാമൻ, ഏറെക്കാലമായി നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്നു, അതിന് നേരെ എതിര് പക്ഷം പറയുന്ന ഒരു രീതിയുണ്ട് പരകാല പ്രഭാകരൻ. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവചനത്തിന്റെ ശാസ്ത്രീയ അടിത്തറ നമുക്ക് പറയാനാവില്ല. പക്ഷേ അദ്ദേഹം സ്വന്തം ഭാര്യ കേന്ദ്രമന്ത്രിയാണ്, ക്യാബിനറ്റ് മന്ത്രിയാണ്, ധനകാര്യമന്ത്രിയാണ്. അപ്പം അതുകൊണ്ട് വളരെ അടുത്ത് നിന്നുകൊണ്ട് അധികാരത്തിന്റെ അകത്തളങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ കണക്കിൽ അദ്ദേഹത്തിന്റെ വാദങ്ങളെ പൂർണ്ണമായി തിരസ്കരിക്കാനുമാവില്ല. അതുകൊണ്ട് വീണ്ടും പറയുന്നു, 300 സീറ്റിന് അടുപ്പിച്ച് നേടുകയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുകയും ചെയ്യുന്ന, വീണ്ടും 3ാം ഊഴത്തിൽ പ്രധാനമന്ത്രിയാവുകയും ചെയ്യുന്ന ചിത്രമാണ് ഇപ്പോൾ പൊതുവെ ഉരുത്തിരിയുന്നത്.